ഞാൻ ദിവസം ഒരു 16 മണിക്കൂറെങ്കിലും പണി ചെയ്യുന്നവനാണ്. ഇന്നും 16 മണിക്കൂറെങ്കിലും എല്ലാ ദിവസവും വേല ചെയ്താണ് ഞാൻ എൻ്റെ ശുശ്രൂഷ നടത്തുന്നത്. അപ്പൊ അങ്ങനെ വേല ചെയ്യുമ്പോൾ യേശു പറഞ്ഞത്, മത്തായി സുവിശേഷം 10-ാം അധ്യായം തൻ്റെ ശിഷ്യന്മാരെ പറഞ്ഞു വിട്ടപ്പോൾ യേശു എന്താ പറഞ്ഞത്? നിങ്ങൾ ഏതെങ്കിലും വീട്ടിൽ ചെന്നാൽ അവിടെ തന്നെ പാർക്കണം. അവർ തരുന്ന ഭക്ഷിച്ചവിടെ പാർക്കണം. വേലക്കാരൻ തൻ്റെ കൂലിക്ക് യോഗ്യനല്ലോ എന്നാണ് യേശു പഠിപ്പിച്ചത്. ഇത് ദൈവ സംവിധാനമാണ്. ആ ദൈവ സംവിധാനം അനുസരിച്ച് സുവിശേഷ വേലക്കാരന് കിട്ടേണ്ട അർഹമായ അവന്റെ ശമ്പളമാണ് അവന് കിട്ടുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞതിന്റെ ബാക്കി പറയുന്നു. ഇവിടുത്തെ സകല ഉദ്യോഗസ്ഥന്മാരും ശമ്പളം വാങ്ങിക്കുന്നത്, ഗവൺമെന്റിൽ നിന്ന് ശമ്പളം വാങ്ങിക്കുന്നവർക്ക് ഗവൺമെന്റിന്റെ കാശ് എവിടെ നിന്ന് കിട്ടി? ഗവൺമെന്റിൽ നിന്ന് ശമ്പളം വാങ്ങിക്കുന്നത് ശരിയാണ്. ഗവൺമെന്റിന് പൈസ എവിടെ നിന്ന് കിട്ടി പറയാവോ? ഇവിടുത്തെ സാധാരണക്കാരന്റെ സകല മനുഷ്യരുടെയും കയ്യിൽ നിന്ന് വാങ്ങിച്ച ടാക്സ് ആണ്. ഇവിടുത്തെ മുഖ്യമന്ത്രി ശമ്പളം വാങ്ങിക്കുന്നത് എവിടുന്ന്? ഗവൺമെന്റ് ഖജനാവിൽ നിന്ന്. ഗവൺമെന്റ് ഖജനാവിലെ കാശ് എന്റെയും നിങ്ങളുടെയും ടാക്സിന്റെ പണമാണ്. ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥൻ ശമ്പളം വാങ്ങിക്കുന്നത് എവിടുന്നത്? ഗവൺമെന്റ് ഖജനാവിൽ നിന്ന്. ഒന്നുകൂടെ പറയുന്നത്, ഗവൺമെന്റ് ഖജനാവിലെ കാശ് എവിടുന്ന്? നിങ്ങളുടെ കയ്യിലെ ടാക്സ് വാങ്ങിച്ച്. മെഡിക്കൽ ഡോക്ടർ എവിടുന്ന് ശമ്പളം വാങ്ങിക്കുന്നു? പേഷ്യൻസിന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചിട്ട്. അങ്ങനല്ലേ ആശുപത്രി കാശുണ്ടാക്കുന്നത്? അല്ല, ആശുപത്രി വേറെ എവിടെന്നെങ്കിലും കൊണ്ടുവന്നോ? ഇല്ലല്ലോ. പറഞ്ഞ സകല പേഷ്യൻസിന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചല്ലേ ഡോക്ടേഴ്സിന് ശമ്പളം കൊടുക്കുന്നത്? അങ്ങനല്ലേ പറ്റുള്ളൂ. ഇവിടുത്തെ IAS IPS ഓഫീസർമാർ ശമ്പളം വാങ്ങിക്കുന്നത് എവിടുന്നത്? ഇവിടുത്തെ സാധാരണ ജനത്തിന്റെ ടാക്സിൽ നിന്ന്. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്നത് തിന്നല്ലേ എല്ലാവരും ജീവിക്കുന്നത്, അല്ലേ? ബിസിനസ്സുകാരൻ എവിടെ നിന്ന് ഉണ്ടാക്കി? സാധാരണക്കാരന് സാധനം വിറ്റ് വെച്ച് അവൻ്റെ കാശ് വാങ്ങിച്ചല്ലേ ജീവിക്കുന്നത്? അവൻ്റെ ലാഭം വാങ്ങിച്ചല്ലേ അവർ ജീവിക്കുന്നത്? അല്ല, ശമ്പളം വാങ്ങിക്കുന്നത് ആരെങ്കിലും അഖിലാണ്ടത്തിലുണ്ടോ? ഇല്ലല്ലോ. എന്നാ പോലീസ് ഓഫീസറോടൊന്ന് പറയാം, ഞങ്ങൾ തരുന്ന തിന്നാണ് നീ ജീവിക്കുന്നത് എന്നൊന്ന് പറയാമോ? ഇത് ദൈവത്തിന്റെ ടാക്സാണ്. ഇത് നിങ്ങളുടെ അല്ല. ദശാംശം നിങ്ങളുടേതല്ല. നിങ്ങൾ ദശാംശം എടുത്താൽ ദൈവത്തിന്റെ വക നിങ്ങൾ അപഹരിക്കുകയാണ്. അങ്ങനെയാണ് മലാഖി പ്രവചനം പറഞ്ഞത്, നിങ്ങൾ ദൈവത്തിന്റെ വക അപഹരിക്കുകയാണ്. നിങ്ങൾ സഭയിൽ കൊണ്ടുവരുന്ന പൈസ നിങ്ങളുടേതല്ല, ദൈവത്തിൻ്റെതാണ്. അത് എൻ്റേത്, ഞാൻ തരുന്ന തിന്നു എന്ന് പറയുന്നത് ദൈവത്തെക്കുറിച്ചും യാതൊരു വിവരവും ഇല്ലാത്തതിന്റെ ഭാഗമാണ്. ഇത് കേട്ട് നാണം തോന്നരുത് സുവിശേഷ വേലക്കാരന്. ഇങ്ങനെ പുച്ഛിക്കുന്ന ചിലരുണ്ട്. ഞാൻ പറഞ്ഞ നല്ല പോലെ ബഹുമാനിക്കുന്ന അനേകം ദൈവമക്കളുണ്ട്. അവരുടെ വീട്ടിലുണ്ടാക്കുന്ന ആഹാരത്തിന്റെ ഒരു അംശം പാസ് കൊടുക്കണമെന്ന് നിർബന്ധമുള്ള ദൈവമക്കളുണ്ട്. നിങ്ങളെ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന വലിയൊരു പെൺകൂട്ട് ജനം ഇതിനകത്തുണ്ട്. അവരുടെ വാക്കല്ലിത്. ഇത് പരിഹസിക്കുന്ന ചിലരുടെ വാക്കാണ്. ഇത് കേട്ടിട്ടാണ് പല പാസ്റ്റർമാർക്കും വേദന, അവരുടെ ഭാര്യമാർക്ക് വേദന, അവരുടെ മക്കൾക്ക് വേദന. തൻ്റെ ഇടത്തോടെ വിളിച്ചു പറയണം, എൻ്റെ ശുശ്രൂഷയുടെ വേതനമാണിത്, എൻ്റെ അവകാശമാണ്, ഞാൻ ആരുടെയും മുമ്പാകെ തെണ്ടുന്ന തെണ്ടിയല്ല. പറയാൻ ശുശ്രൂഷകന് തൻ്റെ ഇടം ഉണ്ടാവണം. ശുശ്രൂഷകന്റെ ഭാര്യയ്ക്ക് അന്തസ്സ് തോന്നണം. ഇന്നത്തെ സഭകളിൽ നടക്കുന്ന തിന്മയ്ക്ക് തക്ക പരിഹാരം ഉണ്ടാകേണ്ടത് ആവശ്യം. അവരെല്ലാം മാനസാന്തരപ്പെടുത്താനൊന്നും കഴിയത്തില്ല. അവർ മാനസാന്തരപ്പെടുന്നവരല്ല. അതിനല്ല അവർ സഭയിൽ വരുന്നത്. ഇങ്ങനൊരു കൂട്ടരുണ്ട്. പക്ഷേ ശുശ്രൂഷ ചെയ്യാൻ വിളിക്കപ്പെട്ട നിങ്ങൾ ആത്മാവിന്റെ അഭിമാനത്തോടെ അന്തസ്സോടെ ശുശ്രൂഷ ചെയ്യണം. ഇച്ചിരി പറയാനുണ്ട്, എന്നാലും ഒരു വാക്കുകൂടെ പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇനിയും ചായ കുടിക്കാനൊക്കെ പോകണം, വൈകിട്ട് യോഗത്തിനും വരണമല്ലോ. ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്താം. ഞാൻ പറഞ്ഞില്ല, ബാക്കിയെല്ലാം ഇതൊക്കെ വേണ്ടി ഞാൻ നോട്ടുണ്ടാക്കിയിട്ടുണ്ട്. വിശദമായ നോട്ടുണ്ടായിട്ടുണ്ട്. ദൈവം ആളുകൾക്ക് അറിയാവുന്ന ഒരു വാക്ക് പണ്ട് തൊട്ട് ഞാൻ കേട്ടിട്ടുള്ളതാണ്. ലേവിയുടെ ഓഹരി ദൈവമാണ്. ഭൂമിയിൽ നിങ്ങൾക്ക് ഓഹരി ഉണ്ടായിരിക്കാൻ പാടില്ല. എല്ലാവർക്കും അറിയാവുന്ന വാക്യം. പുതിയ നിയമത്തിൽ എന്താണ്? പാസ്റ്റർമാർക്ക് ഓഹരി ഉണ്ടായിരിക്കാൻ, വസ്തുവും വീടും സൗകര്യങ്ങളും ഉണ്ടായിരിക്കാൻ
പാടില്ല. അവർ പാവപ്പെട്ടവരായിട്ട് ജീവിക്കണം. ഞാൻ പറഞ്ഞാൽ ഒത്തിരി നല്ല വിശ്വാസമുണ്ട്. എന്നാലും പാസ്റ്റർക്ക് ഒരു നല്ല വീടുണ്ടായാൽ ഭയങ്കര കണ്ണുകടിയുള്ള ചിലർ ഉണ്ട്. അങ്ങനെ നല്ല ഉടുപ്പിട്ടാൽ ഇഷ്ടമില്ലാത്തവരുണ്ട്. പിള്ളേരെ നല്ല പോലെ പഠിപ്പിച്ചാൽ ഇഷ്ടമില്ലാത്തവരുണ്ട്. അങ്ങനെ ഒരു ഫ്രിഡ്ജ് വാങ്ങിച്ചാൽ ഇഷ്ടമില്ലാത്തവരുണ്ട്. ഞാൻ പറഞ്ഞില്ല, എല്ലാവരുടെയും കാര്യം അല്ലേ ഞാൻ പറഞ്ഞത്, കുറച്ച് പേരുണ്ട്. പാസ്റ്റർമാർക്ക് വീട് വേണ്ടേ? അതോ പാസ്റ്റർമാർ ഈ വീടില്ലാതെ ഇങ്ങനെ പോണോ? ദൈവം ഇതിന് വല്ല വഴി ഉണ്ടാക്കിയിട്ടുണ്ടോ? ലേവ്യ പുസ്തകത്തിൽ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ദൈവം പറഞ്ഞ ഞാനാണ് നിങ്ങളുടെ അവകാശം, നിങ്ങൾക്ക് ഭൂമിയിൽ അവകാശം പാടില്ല എന്ന് ദൈവം പറഞ്ഞു. എന്നിട്ട് ദൈവം എന്ത് കാണിച്ചെന്നറിയോ? ദൈവം കാണിച്ചത് ഈ ഇസ്രയേലിൽ വസ്തു വീതിച്ചു കൊടുത്തു. വസ്തു വീതിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ അവർക്ക് വേറൊരു ദേശം പിടിച്ചെടുത്ത് ഭൂമി കൊടുക്കുകയായിരുന്നല്ലോ. അല്ലാതെ അവരാരും വസ്തു വാങ്ങിച്ച് താമസിച്ചല്ലോ, പിടിച്ചെടുത്ത് കൊടുത്തതാണ്. ആ പിടിച്ചെടുത്ത് കൊടുത്തപ്പോ ദൈവം അതിനെ 12 വീതിച്ചു. ഇസ്രായേലിന് 12 ഗോത്രമേ ഉള്ളെങ്കിലും ശരിക്കും പറഞ്ഞാൽ 13 ഗോത്രമുണ്ട്. അതെന്താന്ന് ചോദിച്ചാൽ യോസഫിന് 2 ഗോത്രം കൊടുത്തു. യോസഫിന് 2 മക്കളെ യാക്കോബ് അങ്ങ് എടുത്തു. എന്നിട്ട് പറഞ്ഞപ്പോൾ 2 എനിക്ക്. അങ്ങനെ വന്നപ്പോൾ 13 ഗോത്രമായി. ലേവി ഉൾപ്പെടെ 13 ഗോത്രമാണ്. ദൈവം പറഞ്ഞ് 12 വീതിക്കണം. ലേവിക്ക് കൊടുക്കരുത്, ബാക്കി എല്ലാവർക്കും കൊടുക്കണം. അപ്പം അവകാശം കിട്ടിയപ്പോൾ ലേവിക്ക് കിട്ടിയില്ല. ദൈവം എന്താ അങ്ങനെ കാണിച്ച്? ദൈവം പറഞ്ഞൊരു കാര്യം ചെയ്യും, ബാക്കി ഈ 12 ഗോത്രങ്ങൾ ലേവിക്ക് താമസിക്കാൻ പട്ടണം കൊടുക്കണം, വീട് കൊടുക്കണം, പുൽപ്പുറങ്ങളും കൊടുക്കണം. ലേവിക്കും വേണം ഇതെല്ലാം. ദൈവവേല ചെയ്യുന്നവന് ഇതെല്ലാം വേണം. സാധാരണക്കാരനുള്ള വീട് അവർക്കും വേണം, ആ സ്ഥലം അവർക്കും വേണം, പട്ടണം അവർക്കും വേണം, അവർക്കും താമസിക്കണം. അങ്ങനെയാണ് ദൈവം ക്രമം വെച്ചത്. ദൈവം എന്തുകൊണ്ട് നേരിട്ട് കൊടുത്തില്ല? എൻ്റെ ന്യായം ഞാൻ പറയാണ്, എൻ്റെ ബുദ്ധിക്ക് മനസ്സിലാകുന്ന ന്യായം. ദൈവത്തിന് 13 വീതിച്ച് അവൻ കൊടുക്കാവുന്നേ ഉള്ളായിരുന്നു. ആരുടെയും കയ്യിൽ നിന്നൊന്നും വാങ്ങിച്ച് ജീവിക്കണ്ടായിരുന്നു. 13 വീതിച്ച് അവൻ കൊടുത്തിരുന്നെങ്കിൽ ആരും വന്ന് ഇത്തിരി വർത്തമാനം പറയത്തില്ലായിരുന്നു. ദൈവം പറഞ്ഞത് വേണ്ട, നിങ്ങൾ ഈ 12 ഗോത്രം അവർക്ക് കൊടുക്കണം. 2 കാരണമാണ്. ഒന്ന്, ലേവി പറയരുത് നിന്റെ ഒന്നും വാങ്ങിച്ചല്ല ഞാൻ തിന്നുന്നത്, മര്യാദയ്ക്ക് പള്ളി വന്നിട്ട് പോയിക്കോണം, ഞാൻ എൻ്റെ ചെലവിൽ ജീവിക്കുന്നതാണ് എന്ന് ലേവി പറയാൻ പാടില്ല. സ്വന്തം ചെലവിൽ ജീവിച്ചാൽ, ആരുടെയും കയ്യിൽ നിന്ന് വാങ്ങിച്ചാൽ അങ്ങനെയൊക്കെ പറയും. സൗകര്യമുള്ളവൻ വരണം, അല്ലാത്തവൻ പോയിക്കോണം. അഹങ്കാരം പറയാതിരിക്കാൻ മനുഷ്യരെ കൊണ്ട് കൊടുപ്പിച്ചു. അപ്പം ഈ അഹങ്കാരം പറയില്ലല്ലോ. 2, ആത്മീയ ശുശ്രൂഷ ഫ്രീ അല്ല എന്ന് സകല ജനം അറിയണം. ഒരു ഡോക്ടറെ കാണാൻ പോയാൽ പൈസ കൊടുക്കണ്ടേ? ഏതെങ്കിലും ഒരു കാര്യത്തിന് ആരുടെയെങ്കിലും പൈസ കൊടുക്കാതെ വല്ലതും ചെയ്തു തരുമോ? ഇല്ലല്ലോ. ഒരു ഫോം പൂരിപ്പിക്കാൻ ഒരാഴ്ച പോയി പൈസ കൊടുത്താലല്ലേ പറ്റുള്ളൂ. എന്താണ് ഭൂമിയിൽ ഫ്രീ ആയിട്ടുള്ളത്? ഒരു വകയും ഫ്രീ അല്ല. ഡോക്ടർക്ക് അനുസരിച്ച്, അതാത് ഉദ്യോഗസ്ഥനനുസരിച്ച് ശമ്പളം കൂടുതലും കുറവുമുണ്ട്. ആത്മീയ ശുശ്രൂഷ ഫ്രീ ആണെന്നോ? മനുഷ്യന്റെ ആത്മാവിന് ശുശ്രൂഷ ചെയ്ത് സ്വർഗത്തിൽ കൊണ്ടുപോകണ്ടേ? അതിനവർ ആത്മാവിന് വേണ്ടി ജാഗരിക്കണ്ടേ? അത് ഫ്രീ ആണോ? സുഖേട് വരുന്നു, അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ പോയി ഇരിക്കണ്ടേ? ചില കേസുകൾ ബുദ്ധിമുട്ടുള്ള കേസുകളുണ്ട്, പൊരുതി പ്രാർത്ഥിക്കേണ്ട കേസുകളുണ്ട്. ചിലത് ഭൂതശക്തികളുമായിട്ട് മല്ലടിച്ച് വേണം ചിലരെ വിടുവിക്കാൻ. നല്ല പോലെ തങ്ങളെ തന്നെ പണയം വെച്ച് വേണം ചില ശുശ്രൂഷയ്ക്ക് പോകാൻ. ഇതെല്ലാം ഫ്രീ ആണെന്നോ? ഡോക്ടർക്ക് പോയി പൈസ കൊടുക്കുമല്ലോ, 10 ലക്ഷം 15 ലക്ഷം 20 ലക്ഷം ഇല്ലാത്ത ഉണ്ടാക്കി കൊടുക്കുമല്ലോ. ആത്മീയ ശുശ്രൂഷ ഫ്രീ ആണെന്നോ? ദൈവം പറഞ്ഞ അല്ല.
സകല ഇസ്രയേൽ ജനവും അറിയണം, ആത്മിക ശുശ്രൂഷ ഫ്രീ അല്ല. ഒരു ശുശ്രൂഷയും ഫ്രീ അല്ല. അതിനാണ് ദൈവം ഈ ക്രമം വെച്ചത്. അപ്പോ ശുശ്രൂഷകനും വീട് വേണം. ആര് കൊടുക്കണം? എക്സിക്യൂട്ടീവ് കമ്മിറ്റി അല്ല കൊടുക്കേണ്ടത്. ഏത് സഭയിൽ ശുശ്രൂഷ ചെയ്തിട്ടുണ്ടോ അത്രയും സഭയാണ് ആ ശുശ്രൂഷകന് വീടുണ്ടാക്കി കൊടുക്കേണ്ടത്. അതാണ് ദൈവത്തിന്റെ ന്യായം. ഞാൻ വചനം പറയാണ്. അതുകൊണ്ട് ശുശ്രൂഷകന്മാർ ദരിദ്രരായി പാവപ്പെട്ടവരായി ജീവിക്കണമെന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ചിന്ത വചനപ്രകാരം തെറ്റാണ്, വചന വിപരീതമാണ്. ശുശ്രൂഷകന്മാരെ സ്നേഹത്തോടെ വിചാരിക്കണം. അവർക്കൊരു വീടുണ്ടാക്കുമ്പോൾ അതിന് സഹായം ജനം ചെയ്തു കൊടുക്കണം. അവരുടെ മക്കളെ വിദ്യാഭ്യാസം ചെയ്യിക്കാൻ നിങ്ങളുടെ മക്കളെ വിദ്യാഭ്യാസം ചെയ്യിക്കുന്നത് പോലെ സഭയ്ക്കൊരു സഹായം ചെയ്തു കൊടുക്കണം. ഒരു ശുശ്രൂഷകന് രോഗം വന്നാൽ അതിന്റെ ചികിത്സയ്ക്ക് സഭ സഹായം ചെയ്യണം. ഒന്നീ നിങ്ങൾ പ്രാർത്ഥിച്ച് സുഖമാക്കണം, ഇല്ലേ നിങ്ങൾ അതിന് ചികിത്സയ്ക്ക് പൈസ കൊടുക്കണം. ഞാൻ ദൈവത്തിന്റെ ക്രമം പറയുന്നു. ഇതാണ് ദൈവം വെച്ച വ്യവസ്ഥിതി. ഇനി ഒരു കാര്യം കൂടി. ഇവിടെ കുറേ പേർക്ക് നല്ല സഭ വേണം, കൂടുതൽ കാശ് വേണം, നല്ലപോലെ കാശ് വാങ്ങി ജീവിച്ചോളൂ. എന്നാലും ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. വേദപുസ്തകത്തിലെ ഒരു പ്രമാണമുണ്ട്, മലാഖി പ്രവചനം 4-ാം അധ്യായത്തിലാണ്. എൻ്റെ ആലയത്തിൽ ആഹാരം ഉണ്ടാകേണ്ടതിന് ദശാംശം മുഴുവൻ ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരുവേൻ. ആളുകൾ ഉപയോഗിക്കുന്നൊരു വാക്കാണത്, വാക്യമാണ്, ശരിയാണ്. ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരണം. എന്നിട്ട് പറയും ഭണ്ഡാരം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സ്ഥലമാണ്, ഈ പള്ളിയിലാണ് ഭക്ഷണം കഴിക്കുന്നത്, അതുകൊണ്ട് ആലയം ഇവിടെ മുഴുവൻ എല്ലാം കൂടെ കൊണ്ടുവരണം. എന്നിട്ട് എന്ത് ചെയ്യണം? ചില പള്ളികളാണെങ്കിൽ ഏറെക്കുറെ വലിയ തുക പാസ്റ്റർമാർ കൊടുക്കുന്നുണ്ട്. 10,000, 80,000, 90,000 രൂപ ശമ്പളം വാങ്ങിക്കുന്ന പാസ്റ്റർമാർ ഇതിനകത്തുണ്ട്, അസംബ്ലീസ് കൊള്ളുണ്ട്. പിടിച്ചു കൊടുക്കുന്ന സഭയുണ്ട്. 10 രൂപ കൊടുക്കാത്ത, 5 രൂപ കൊടുക്കാത്ത, 15 രൂപ കൊടുക്കാത്ത, 15 ഭയങ്കര കൂടുതൽ എന്തിരിക്കുന്ന കുറേ സഭകളുണ്ട്. എന്തുവാണ്? ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ പാസ്റ്റർമാരുടെ ധാരണ എന്താണ്? എല്ലാം എൻ്റെ എനിക്ക് വരണം, ഇതെല്ലാം എനിക്ക് വേണം. വേദപുസ്തകം അതിൻ്റെ പശ്ചാത്തലത്തിൽ വേണം വ്യാഖ്യാനിക്കാൻ. വാക്യം ഒറ്റക്കെടുത്ത് വ്യാഖ്യാനിക്കരുത്. പഴയ നിയമത്തിൽ എത്ര ദേവാലയം ഉണ്ടായിരുന്നു? ഒറ്റ ദേവാലയം. അവിടെയാണ് എല്ലാ ശുശ്രൂഷക്കാരും. ഒരേ സമയത്ത് ശുശ്രൂഷക്കാരെല്ലാം പഴയ നിയമത്തിൽ ദേവാലയത്തിൽ വരുമോ? ഇല്ലല്ലോ. ചുരുക്കം ചിലരല്ലേ വരുള്ളൂ. വേണ്ട അത്രയും പേരല്ലേ ആ സമയത്ത് സീസണിലുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം എവിടെയാണ്? അവരുടെ വീട്ടിലാണ്. അവർക്ക് ഉപജീവനത്തിന് അവർ വേറെ കൃഷിക്ക് പോകണോ? അല്ലല്ലോ. ഈ ദേവാലയത്തിൽ വരുന്ന പണം മുഴു പുരോഹിതന്മാർക്കും കൊടുക്കണം, മുഴു ലേവ്യർക്കും വീതിച്ചു കൊടുക്കണം. ഈ ഒറ്റ ദേവാലയത്തിലെ പണം കൊണ്ട്. അതുകൊണ്ട് സഭയ്ക്ക് വരുന്ന പണം മൊത്തം ഞങ്ങൾക്കല്ല, പാസ്റ്റർമാർക്കല്ല. ആ സഭ തങ്ങളുടെ ഇഷ്ടത്തിന് ഉപയോഗിക്കാനുള്ളതല്ല. കുറേ സഭകൾ ബാങ്കിൽ കൊണ്ടിടുകയാണ്. ജനം ദശാംശം തരുന്നത് നിങ്ങൾക്ക് ബാങ്കിൽ ഇടാനാണോ? ദൈവത്തിനും ദൈവത്തിന്റെ വേലയ്ക്ക് ഉപയോഗിക്കാനുള്ള ജനം ദശാംശം തന്നത്? വെറുതെ ഓഡിറ്റോറിയം പണിയാണ്. ഞാൻ ചോദിക്കുന്നു, ഈ അസംബ്ലീസ് അക്കോർഡുകാർ പണിഞ്ഞ ഏതെങ്കിലും ഒരു ഓഡിറ്റോറിയത്തിൽ നിങ്ങളുടെ കല്യാണം നടത്താൻ പറ്റുമോ? ഇന്നത്തെ കാലത്ത് നിങ്ങളുടെ കല്യാണം നടത്താൻ വേറെ ഓഡിറ്റോറിയം വാടകയ്ക്ക് എടുക്കണമല്ലോ. കല്യാണത്തിന് 1000, 1500 അല്ല 900 പേര് വരുന്നതല്ലേ കല്യാണം. നിങ്ങളുടെ ഓഡിറ്റോറിയത്തിനകത്ത് എത്ര പേരെ കൊള്ളും? 250 പേരെ കൊള്ളും. എന്തിന് നിങ്ങൾ ഓഡിറ്റോറിയം പണിഞ്ഞു? പണിയുന്നതിന് എതിരില്ല. പക്ഷേ ഈ പണത്തിന്റെ ഉപയോഗമുണ്ടോ? പള്ളി ഇല്ലാത്ത പലരില്ലേ? നിർവാഹമില്ലാത്ത സഭകളില്ലേ? ഇവിടുത്തെ വലിയ വരുമാനമുള്ള സഭകളോട് ഞാൻ ചോദിക്കുന്നു, നിങ്ങളിൽ എത്ര സഭകൾ ഇന്ത്യയുടെ സുവിശേഷീകരണത്തിന് 5 പൈസ കൊടുത്തിട്ടുണ്ട്? 1.5 ലക്ഷം രൂപ പ്രതിമാസം വരുമാനമുള്ള സഭകൾ 1 പൈസയും ഇവിടുത്തെ മിഷൻ പ്രവർത്തനത്തെ തരാത്തതല്ലേ ഇവിടുത്തെ മിക്ക സഭകളും? ഭരണത്തിലിരിക്കുന്നവരുൾപ്പെടെ
ഈ രാജ്യം സുവിശേഷീകരിക്കപ്പെടാൻ എവിടുന്ന് പണം വരണം? മിഷൻ ദർശനമുള്ള എത്ര പാസ്റ്റർമാർ ഇതിനകത്തുണ്ട്. ഒരു സഭയിൽ മിഷൻ പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്നു. 3 പേരെ അവിടുത്തെ സഭ പിന്തുണച്ചുകൊണ്ടിരുന്നു, സഹായിച്ചുകൊണ്ടിരുന്നു മിഷനിൽ കൂടെ. ഒരു പാസ്റ്റർ അവിടെ ചെന്ന് പറഞ്ഞ മേല കൊടുക്കണ്ടെന്ന് പറഞ്ഞു, അങ്ങ് നിർത്തി. പുള്ളിക്ക് വലിയ മിഷൻ ജോലി വേറെ ആരാണ്ട് കൊടുത്തിട്ടുണ്ട് പോലും. അതാണ് ചില പാസ്റ്റർമാർ ചെയ്യുന്നത്. 3 മിഷണറിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പാസ്റ്ററുടെ സഭയുടെ വരുമാനം മിഷന് കൊടുക്കാതെ നിർത്തിയതാണ് ഒരാളുടെ നേട്ടം. അല്ല, ഇത് ഒരാളുടെ കാര്യം, അതാണ് നിർത്തി. ബാക്കിയുള്ളവരോട് ഞാൻ ചോദിക്കുന്നു, ഈ രാജ്യത്ത് ഇപ്പൊ 250 മിഷണറിമാരെ ഈ മലയാളം ഡിസ്ട്രിക്ട് സപ്പോർട്ട് ചെയ്യുന്നു. അത്രയും മതിയോ? ഈ രാജ്യം സുവിശേഷീകരിക്കണ്ടേ? എവിടുന്ന് പണം വരണം? നിങ്ങളുടെ ഈ പണം ദൈവം തന്നിരിക്കുന്നു. ഒരു മാസം ഒരു തുകയെങ്കിലും കൊടുക്കാൻ മേലാത്ത എത്ര സഭയുണ്ട് ഇവിടെ? ഞാൻ 200 രൂപ ശമ്പളം വാങ്ങിച്ച് ജീവിച്ചൊരു കാലം. എന്റെ സഭയിൽ നിന്ന് 50 രൂപ പ്രതിമാസം മിഷൻസിനുണ്ടാക്കി ഞാൻ അയച്ചു കൊടുക്കുമായിരുന്നു. വെറും 200 രൂപ ശമ്പളക്കാരൻ. മിഷന് സഹായിക്കാൻ മേലാത്ത ഒരു സഭയും അസംബ്ലീസ് കോഡിലില്ല, സമൃദ്ധിയിൽ നിന്നല്ല. പക്ഷെ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? ദശാംശം മുഴുവൻ ഭണ്ഡാരത്തിലേക്ക് വരണമെന്ന് പറഞ്ഞാൽ അതാത് സഭയ്ക്ക് ഉപയോഗിക്കാനും പാസ്റ്റർക്ക് ഉപയോഗിക്കാനും വേണ്ടിയല്ല ദൈവം ചെയ്തത്. ഇവിടെ വരുമാനമില്ലാത്ത ശുശ്രൂഷകനും ഉപജീവനം ഉണ്ടാവണം. പുതിയ വേലസ്ഥലങ്ങൾക്ക് സഹായം വേണം. അതിന് ഈ ഫണ്ടിൽ നിന്നാണ് വരേണ്ടത്. ഇതാണ് ദൈവത്തിന്റെ ക്രമം. ദൈവം വെച്ച ക്രമമാണ് ദശാംശം ദൈവത്തിന്റെ വക. ഒന്നുകൂടെ പറയാതെ ഞാൻ നിർത്തിയാൽ കംപ്ലീറ്റ് ആവില്ല. ലേവ്യ പുസ്തകം 27-ാം അധ്യായം അതിന് 30 മുതൽ 32 വരെയുള്ള വാക്യത്തിൽ വായിച്ചു ഒരു തത്വം കൂടെ പറഞ്ഞിട്ട്, ദൈവത്തിന്റെ തത്വം പറഞ്ഞിട്ട് ഞാൻ നിർത്താം. വേഗം വായിക്കേ. എന്നാൽ നിലത്തിലെ വിത്തിലും വായിക്കുന്നേ നിലത്തിലെ വിത്തിലും വൃക്ഷത്തിന്റെ ഫലത്തിലും ദേശത്തിലെ ദശാംശമൊക്കെയും യഹോവയ്ക്കുള്ളതാകുന്നു. അത് യഹോവയ്ക്ക് വിശുദ്ധം. ആരെങ്കിലും തന്റെ ദശാംശത്തിൽ ഏതാനും വീണ്ടെടുക്കുന്നു എങ്കിൽ അതിനോട് 5-1 കൂടെ ചേർത്ത് കൊടുക്കണം. ദശാംശത്തിൽ നിന്ന് ആരെങ്കിലും തന്റെ അത്യാവശ്യത്തിന് ഒരെണ്ണം എടുത്താൽ 20% പെനാൽറ്റി കൊടുത്ത് തിരിച്ചടയ്ക്കണം. 5% കൂട്ടി കൊടുക്കണം. ദശാംശം ഉപയോഗിച്ചു പോയാൽ, സ്വന്തം ആവശ്യത്തിന് ഉപയോഗിച്ചാൽ ദൈവത്തിന്റെ നിയമം 20% പെനാൽറ്റി കൊടുക്കണം. ന്യായം എന്തെന്നറിയോ? ബാങ്കിൽ നിന്ന് കാശ് കടം എടുക്കുന്നില്ലേ? ചുമ്മാ കഴിവോ? പലിശ കൊടുക്കണ്ടേ? പ്രൈവറ്റ് ബാങ്കുകളിൽ നിന്ന് എടുക്കുന്നില്ലേ? മുട്ടം പലിശ കൊടുക്കണ്ടേ? അപ്പൊ പൈസ ഫ്രീ ആയിട്ട് കിട്ടുമോ? ഇല്ലല്ലോ. ദൈവത്തിന്റെ പണം എടുത്താൽ 20% പലിശയാണ് അതിന് ഈടാക്കുന്നത്. ചിലർ സഭയുടെ പൈസ കൈ വെച്ചുകൊണ്ട് നടന്ന് തൻ്റെ ബിസിനസ് ഉപയോഗിക്കുകയും അല്ലാതെ ഇച്ചിരി കച്ചവടമൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യുന്നവരും ഉണ്ടെന്ന് കേൾക്കുന്നു. ഞാൻ അപകടം പറയുന്നു, 20% പലിശയും കൂടെ കൊടുത്തെങ്കിൽ നീ ദൈവത്തിന് മുമ്പാകെ രക്ഷപ്പെട്ടു പോവുള്ളൂ. കാരണം ദശാംശം നിങ്ങളുടേതല്ല, ദൈവത്തിന്റെ പണമാണ്. അതെടുത്താൽ 20% പെനാൽറ്റി. വല്ലതും കൊടുത്തു തീർക്കാൻ പറ്റുമോ? അത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് വെച്ച് വേണമെന്ന് ദൈവം പറഞ്ഞാൽ ഇത്രയും കാലം ദശാംശം എടുത്തെല്ലാം കൂടെ തിരിച്ചടയ്ക്കാൻ പറ്റി എത്ര മിടുക്കനുണ്ട്. ഒരിടത്ത് ഞാൻ അവരേക്ക് പാഠം പഠിപ്പിച്ചപ്പോൾ പറഞ്ഞു, എൻ്റെ പൊന്നു സാറേ, എല്ലാം തിരിച്ചടയ്ക്കാൻ മാർക്കമില്ല, ഇനിയും തൊട്ട് ഞാൻ ഉള്ളതാൻ കൊടുത്തോളാം. ഒന്നുകൂടെ വായിക്കണം, ഇനി ബാക്കി കൂടെ ഒന്നുകൂടെ പറഞ്ഞിട്ട് വേണം. മാടാകട്ടെ ആടാകട്ടെ കോലിൻ കീഴെ കടന്നു പോകുന്ന എല്ലാറ്റിലും 10-1 യഹോവയ്ക്ക് വിശുദ്ധമായിരിക്കും. അത് നല്ലതോ തീയതോ എന്ന് ശോധന ചെയ്യരുത്. വച്ചു മാറുകയും അരുത്. വച്ചു മാറുന്നു എങ്കിൽ അതും വച്ചു മാറിയതും വിശുദ്ധമായിരിക്കണം. കേക്കണേ, അവയെ വീണ്ടെടുത്തുകൂടാ. ശരി, അതുകൂടെ കേൾക്കണേ. നല്ല ഭക്തനായൊരു മനുഷ്യൻ, 10 ദൈവത്തിന്റെ വിശുദ്ധം, വെച്ചു മാറരുത്. അപ്പൊ എണ്ണ കാണും, 1 2 3 4 5 6 7 8 9 10. 10ാമത്തെ ദൈവത്തിന് വിശുദ്ധം മാറ്റി. അപ്പൊ അദ്ദേഹം പറയാണ് 9ാമത്താണ്. ഞാൻ ആത്മീയത്തിന്റെ കാര്യം പറയാണ്, ആത്മീയന്റെ കാര്യം, മനസ്സിന്റെ കാര്യമല്ല. ആത്മീയം പറയാണ് 9ാമത്തെ ഇച്ചിരൂടെ തടിച്ചതാണ്, കൊഴുത്തതാണ്, അതുകൊണ്ട് അനിയം കൊടുക്കാം. പറഞ്ഞേ ശരി. 10ാമത്തെ മാറ്റ്. 9ാമത് കൊടുക്കാമെന്ന് നീ പറഞ്ഞില്ലേ, അതും മാറ്റ്.
കാരണം 10ാമത്തെ ദൈവത്തിൻ്റെത്, മറ്റേത് കൊടുക്കാമെന്ന് നീ പറഞ്ഞതുകൊണ്ട് അതും ദൈവത്തിന് വിശുദ്ധം. വെച്ച് മാറരുത്. വെച്ച് മാറിയാൽ വെച്ച് മാറിയതും അസലും ദൈവത്തിൻ്റെതായി തീരും. കേട്ടിട്ടുണ്ടാവല്ലോ, ദൈവത്തോട് കളിക്കരുത്. സഭയിൽ വല്ലതൊക്കെ കൊണ്ടു കൊടുത്ത് പിണങ്ങുമ്പോൾ എൻ്റെ സാധനം തിരിച്ചു വേണമെന്ന് പറഞ്ഞ് വാങ്ങിച്ചുകൊണ്ട് പോകുന്ന മനുഷ്യരുണ്ട്. മേശ, ഫാന്, ഓരോ സാധനങ്ങൾ എടുത്തോണ്ട് പോകുന്നു. കൊടുത്ത് ദൈവത്തിൻ്റെതാണ്. തിരിച്ചെടുത്ത അതിൻ്റെ ഫലം നീ അനുഭവിക്കും. വസ്തു കൊടുത്തിട്ട് പിന്നെ ആലോചിച്ചപ്പോൾ അത്രയും നല്ല വസ്തു കൊടുക്കണ്ടായിരുന്നു. തിരിച്ചു വാങ്ങിച്ച കക്ഷികളെ എനിക്കറിയാം. വീട്ടിൽ അതിൻ്റെ മുഴുവൻ ഗതികേടും വന്നതും എനിക്ക് നേരിട്ടറിയാം. നേർന്നത് ദൈവത്തിൻ്റെ വക, 10ാമത്തതും ദൈവത്തിൻ്റെ വക. വലിയ ദൈവിക തത്വമാണ്. മാത്രമല്ല, ദൈവം പറഞ്ഞു നീ ചെയ്താൽ ഭാരമായിട്ട് തോന്നരുത്. മലാഖി 4-ാം അധ്യായം, നീ ചെയ്താൽ ഇതെൻ്റെ, നീ മാറ്റി വെച്ചാൽ ഞാൻ ആകാശത്തിന്റെ കിളിവാതിൽ തുറക്കും. ജീസസ്. സ്ഥലം പോരാതെ വരുവോളം നിന്നെ ഞാൻ അനുഗ്രഹിക്കും. നീ വിതച്ചാൽ പല മടങ്ങ് കൊയ്യും. ദൈവം പറഞ്ഞ് ഞാൻ വെട്ടുക്കിളിയെ ശാസിക്കും. നീ കൃഷി ചെയ്യും. കൃഷിക്ക് കേട് വരാതിരിക്കാൻ ഞാൻ നോക്കും. കൃഷിക്ക് കേട് വരാതിരിക്കാൻ ഒരു മിടുക്കനും കഴിയില്ല അത് സൂക്ഷിക്കാൻ. ദൈവം പറഞ്ഞ് ഞാൻ നോക്കും. നിന്റെ ശരീരത്തിന് കേട് വരാതെ ദൈവം നോക്കും. ഈ ആരോഗ്യത്തെ സംരക്ഷിക്കുന്ന ദൈവമാണ്. എല്ലാ രോഗവും ശാപമാണെന്നൊന്നും ഞാൻ പറയില്ല. ശരീരം പാലിക്കണം, നിയമം പാലിക്കണം. എന്നാലും ദൈവത്തെ ബഹുമാനിക്കേണ്ടതുപോലെ ബഹുമാനിക്കണം. രോഗികളെ ആരെയും ഞാൻ പുച്ഛിക്കുന്നില്ല, ആക്ഷേപിക്കുന്നില്ല. അതിൻ്റെ ജോലിയല്ല, ചെയ്യാൻ പാടില്ലാത്ത കാര്യം. എന്നിരിക്കലും ഈ പുസ്തകത്തിൻ്റെ വചനം ഞാൻ ആവർത്തിച്ച് പറയുന്നു, സംരക്ഷിക്കാൻ ദൈവത്തിന് കഴിയും. ആരോഗ്യം തരാൻ ദൈവത്തിന് കഴിയും. ദൈവം ചെയ്യും. വഴിയില്ലാത്തടത്ത് വഴിയുണ്ടാക്കാൻ ഈ ദൈവത്തിന് കഴിയും. ദശാംശം കൊടുക്കാത്തവന് വേണ്ടി ചുമ്മാതെ കുത്തിയിരുന്ന് പ്രാർത്ഥിക്കരുത്. അവർക്ക് നന്മയുണ്ടാകാൻ നിങ്ങൾ പ്രാർത്ഥിച്ചാലും ദൈവം കൊടുക്കുകയില്ല. ദൈവത്തിന് നിയമം പാലിക്കുന്നവന് മാത്രമേ ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടുകയുള്ളൂ. വചനം ലംഘിച്ച് ജീവിക്കുന്നവന് വേണ്ടി മധ്യസ്ഥം അണയ്ക്കാൻ പോകരുത്. വചനമനുസരിച്ച് രൂപാന്തരപ്പെട്ട് വരാൻ വേണ്ടിയവർക്കുള്ളവർക്ക് വേണ്ടിയാണ് ജനം, പാസ്റ്റർമാർ, മറ്റ് ജനം മധ്യസ്ഥത അണച്ച് പ്രാർത്ഥിക്കേണ്ടത്. തങ്ങളെ തന്നെ പിശാചിന്റെ പിടിയിൽ ഏൽപ്പിച്ചിട്ട് അവിടെ കിടക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ മധ്യസ്ഥം അണച്ചാൽ വേണ്ടാത്ത ശല്യം നിങ്ങൾക്കുണ്ടാക്കി വെക്കരുത്. ഇത് വലിയ ആത്മീക രഹസ്യങ്ങളാണ്, ആത്മീക മർമ്മങ്ങളാണ്. ആകയാൽ ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു. എടുത്തവരെല്ലാം തിരിച്ചു കൊടുക്കണം. ഒരു കാരണവശാലും ദൈവത്തിൻ്റെ വകയെടുക്കാൻ പാടില്ല. ഇത് ദൈവത്തിൻ്റെ വാക്കാണ്. ദൈവം തൻ്റെ വാക്ക് പാലിക്കും. പിന്നെ ഒന്നുകൂടെ ശുശ്രൂഷന്മാരോട് പറയുന്നു, നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സഭയിൽ നിന്ന് കിട്ടുന്നത് ആരുടെയും ഔദാര്യമല്ല. ആരൊരിക്കലും പോയി കൈ നീട്ടരുത്. ഞെരുക്കം വന്നാൽ ഒരു വീട്ടിലും പോയി ചോദിക്കരുത്. മുട്ടുകുത്തി പ്രാർത്ഥിക്കൂ. പ്രാർത്ഥന കേൾക്കുന്നവൻ ആളെ പറഞ്ഞു വിടും. പറഞ്ഞു വിടുന്നിടം വരെ 2 ദിവസം പട്ടിണി കിടക്കേണ്ടി വന്നാൽ കിടക്കൂ. ജീസസ്. അങ്ങനെയും കിടന്ന ആദിമ ഭക്തന്മാരില്ലേ? എന്തിനു വിഷമിക്കണം? പുലർത്താൻ കഴിയുന്നൊരു ദൈവം അവിടുന്നല്ലേ നമ്മളെ വിളിച്ചത്. ആ വിശ്വാസം ദൈവദാസന്മാർക്കുണ്ടാവണം. എങ്ങും പോയി ആവശ്യം പറഞ്ഞ് ചോദിച്ചു വാങ്ങാൻ ദൈവദാസന്മാരും അവരുടെ കുടുംബങ്ങളും തയ്യാറാകരുത്. കൊടുക്കാൻ ജനം ബാധ്യസ്ഥർ. മേലോട്ട് നോക്കി ദൈവത്തോട് പ്രാർത്ഥിക്കൂ. ആകാശത്തിന്റെ കിളിവാതിലെ തുറക്കുന്നവൻ തൻ്റെ ജനത്തെ പുലർത്തും. വിശ്വാസത്തിൻ്റെ ഒരു സംഘം നമ്മുടെ സമൂഹത്തിൽ എഴുന്നേക്കട്ടെ. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു സംഘം നമ്മുടെ സമൂഹത്തിൽ എഴുന്നേക്കട്ടെ. ഒന്ന് എഴുന്നേറ്റിരിക്കോ.
ഞാനിന്ന് പറഞ്ഞത് ദൈവത്തിൻ്റെ വചനമാണെന്നുള്ള ബോധ്യമുണ്ടോ? ഉണ്ടോ? അതോ ഞാൻ സ്വന്തമായിട്ട് എന്തെങ്കിലും ശാസ്ത്രം പറഞ്ഞാണ്? ഞാൻ പറഞ്ഞ ദൈവത്തിൻ്റെ വചനമാണെന്ന് വിശ്വസിക്കുന്നെങ്കിൽ അവർ മാത്രം ഒന്ന് കൈ ഉയർത്താവൂ. ആ കരം ഉയർത്തി പിടിച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തോട് നിന്ന് പകൽ ഒരു വാക്ക് പറയൂ. എനിക്ക് കിട്ടുന്ന എല്ലാത്തിലും ഞാൻ കൃത്യം ദശാംശം കൊടുക്കും. പറയാൻ മനസ്സുള്ള എല്ലാവരും പറഞ്ഞിരിക്കേണ്ടതാണ്. അതാണ് ദൈവത്തിൻ്റെ ക്രമം. ഒരൊറ്റ തുകയ്ക്കും ഒരു വസ്തുവിനും ദശാംശം കൊടുക്കാതിരിക്കരുത്. ആദ്യ ഫലവും ദൈവത്തിന് കൊടുക്കണം. എല്ലാം ദൈവം പറയുന്നത് ദൈവത്തിനെന്ന് പറയുന്നത് ദൈവത്തിന്. ഇന്ന് ഈ പകൽ അങ്ങനെ സമർപ്പിക്കാൻ പറ്റുമോ? സമർപ്പിക്കാൻ പറ്റുമെങ്കിൽ ആ കൈ ഉയർത്തിപ്പിടിച്ച് ഒരു 1-2 മിനിറ്റ് എടുത്ത് ദൈവത്തോട് പ്രൈവറ്റായിട്ടൊന്ന് പറയും. വായി തുറന്ന് തന്നെ പറയൂ. മനസ്സിൽ പറയണ്ട, വായി തുറന്ന് തന്നെ പറയൂ. ദൈവമേ, എനിക്കുള്ള സകലവും അതിൻ്റെ 10-1 അങ്ങേക്ക് തരും. എൻ്റെ എല്ലാ വരുമാനത്തിൻ്റെയും 10-1 അങ്ങേക്ക് തരും. അതിനപ്പുറം കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. അതിനും തയ്യാറായിക്കൊള്ളൂ. കൂടുതലെന്നാൽ കൂടുതൽ കൊടുക്കൂ. 10-1 ഒതുക്കണ്ട. വരുമാനം കൂടുമ്പോൾ കുറച്ചല്ല കൊടുക്കേണ്ടത്, അതിനനുസരിച്ച് വർദ്ധിച്ച അളവിൽ കൊടുക്കൂ. 20% കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കൂ. 50% കൊടുക്കാൻ പറ്റും കൊടുക്കൂ. ജീസസ് ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്തിൻ്റെ അടുക്കൽ ഞങ്ങൾ വന്നിരിക്കുന്നു. ഞങ്ങളിന്ന് കേട്ട ഈ വചനം അങ്ങയുടെ വചനമാണ്. അടിയൻ ഇവിടെ പറഞ്ഞത്, അടിയൻ്റെ ഒരു ശാസ്ത്രവും ഇവിടെ പറഞ്ഞിട്ടില്ല. പിതാവേ, അങ്ങയുടെ ജനം കേട്ട ഈ വചനം അത് സ്വീകരിക്കാൻ, കൈക്കൊള്ളാൻ അങ്ങയുടെ ജനത്തിന് കൃപ കൊടുത്ത് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജനമെന്ന് ലോകം സാക്ഷിക്കത്തക്കവണ്ണം തെളിയിക്കപ്പെടുന്നവരായി ഈ ഞങ്ങളെയെല്ലാം അങ്ങയുടെ മുൻപാകെ നിർത്തണമേ. അവിടുത്തെ വിശുദ്ധ ജനത്തെ അങ്ങയുടെ മുൻപാകെ ഉയർത്തി അടിയൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഈ സമൂഹം, ഈ അസംബ്ലീസ് കൂടി സമൂഹം ഒരനുഗ്രഹത്തോടെ നിൽപ്പാൻ കൃപയയക്കണമേ. എല്ലാ അനുഗ്രഹങ്ങൾക്കായും സ്തോത്രം. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. പ്രോഗ്രസീവ് റെവലേഷൻ എന്താണെന്നും അതുപോലെ തന്നെ ദശാംശത്തിൻ്റെ ഉപദേശം വളരെ ആധികാരികമായി നമ്മുടെ ബഹുമാനപ്പെട്ട സൂപ്രണ്ട് നമ്മളോട് അറിയിക്കാൻ ഇടയായി. കർത്താവ് ദാസനോട് ഉള്ള കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. ഇപ്പോൾ കുറവലങ്ങാട് സെക്ഷൻ്റെ പ്രസ്പെക്ടർ ആയിരിക്കുന്ന പാസ്റ്റർ VK മനോജ് മുമ്പോട്ട്